ഹലോ നമസ്കാരം. ഗ്രൂപ്പ് 1 നിങ്ങളുടെ ജീവിതത്തിൽ വളരെ പെട്ടെന്ന് തന്നെ സംഭവിക്കാൻ പോകുന്ന അപ്രതീക്ഷിതമായ ആ ഒരു കാര്യം എന്താണെന്നാണ് നമ്മളിവിടെ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾറെഡി കാർഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം എന്താണ് ആ ഒരു അപ്രതീക്ഷിതമായ കാര്യം. ഈ അപ്രതീക്ഷിതം എന്ന് മുഴുവൻ പറയാൻ പറ്റില്ല നിങ്ങളുടെ കാര്യത്തിൽ, കാരണം നിങ്ങളിത് മാനിഫെസ്റ്റ് ചെയ്യുന്നതാണ്. പക്ഷെ അത് യൂണിവേഴ്സ് കൊണ്ടുവരുന്ന രീതിക്ക് ഒരു വ്യത്യാസമുണ്ട്. ഓക്കെ, അത് അതെ, നിങ്ങളുടെ ഒരു തീവ്രമായൊരു ആഗ്രഹമാണ്. പക്ഷെ അത് യൂണിവേഴ്സ് കൊണ്ടുവരുന്ന സമയം, അത് കൊണ്ടുവരുന്ന രീതി, അവിടെയാണ് ആ ഒരു അപ്രതീക്ഷിത ഉള്ളത്. ഓക്കെ, ആ ഒരു എനർജി ഉള്ളത്, അൺഎക്സ്പെക്റ്റഡ് എനർജി നിൽക്കുന്നത് അവിടെയാണ്. പക്ഷെ നിങ്ങളിത് ആഗ്രഹിക്കുന്നതാണ്, നിങ്ങളിത് മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യമാണ്. ഇത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ലോങ് ടേമിലേക്കുള്ള കാര്യമാണ്. കുറച്ച് നാൾ നിന്ന് പോകുന്നൊരു എനർജി അല്ല, നിങ്ങളുടെ ജീവിതത്തിലുടനീളം ഉണ്ടാകാൻ പോകുന്നൊരു എനർജിയാണ്. ഓക്കെ, അങ്ങനെയാണ് കാണുന്നത്. ടോട്ടലി ഒരു സർപ്രൈസാണ് ഞാൻ കാണുന്നത്. നിങ്ങൾ വളരെ എക്സൈറ്റഡ് ആയിരിക്കും നിങ്ങൾക്കത് കിട്ടുമ്പോൾ. ഒട്ടും പ്രതീക്ഷിക്കാത്ത നേരത്താണ് ഈ ഒരു ആഗ്രഹം സഫലീകരിക്കുന്നതിനെ കുറിച്ചിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നത്. അത് നിങ്ങളെ ഒരുപാട് എക്സൈറ്റഡ് ആക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ അഡ്വഞ്ചറസ് എന്ന് കേൾക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചൊരു എന്താ പറയുക, ഒരു അഡ്വഞ്ചറസ് എനർജി ഉണ്ട്. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ ഒരു ഉയർന്ന രീതിക്കോ ഒക്കെ ആയിരിക്കും. നിങ്ങളുടെ കംഫർട്ടബിൾ സോണ് പുറത്താണ് എന്തായാലും ഈ ഒരു കാര്യം സംഭവിക്കുന്ന ആ ഒരു സാഹചര്യവും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കംഫർട്ടബിൾ സോണിൽ നിന്ന് പുറത്തേക്ക് വരാനായിട്ട് നിർബന്ധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളത് ചെയ്യണം, ധൈര്യസമേതം അത് ചെയ്യണം എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. കാരണം നിങ്ങളിത് ഒരുപാട് ആഗ്രഹിക്കുന്നതാണ്. നിങ്ങൾക്ക് മനസ്സിന് ഒരുപാട് സന്തോഷം ഉണ്ടായിരിക്കും. കാരണം നിങ്ങൾ അത്രയും ആഗ്രഹിച്ചൊരു കാര്യമാണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ പക്ഷേ ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ കംഫർട്ട് സോൺ പുറത്താണ്. ഓക്കെ, അപ്പോൾ ആ കംഫർട്ട് സോൺ പുറത്തേക്ക് വരേണ്ട അത്യാവശ്യം ഉണ്ട്. ഈ കാര്യം നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഉൾപ്പെടുത്തണമെങ്കിൽ അവിടെയാണ് നിങ്ങളൊന്ന് മടിച്ചു നിൽക്കാൻ സാധ്യത. അത് ചെയ്യരുത്. ഈശ്വരനിൽ പൂർണ്ണമായി വിശ്വസിച്ച് ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക എന്നാണ് പറയുന്നത്. ഇതിൽ ഈ കംഫർട്ടബിൾ സോണിൽ പുറത്തേക്ക് വരാന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു യാത്രയായിരിക്കും കേട്ടോ. നിങ്ങളെപ്പോൾ എവിടെയാണ് ഉള്ളത് അവിടെ നിന്ന് വേറൊരു രാജ്യത്തിലേക്ക് ചിലപ്പോൾ പോവുമായിരിക്കും, വേറൊരു സ്ഥലത്തേക്ക്, ഒട്ടും പരിചയമില്ലാത്ത, ചിലപ്പോൾ കേട്ടുകേൾവി മാത്രമുള്ള ഒരു സ്ഥലം ആയിരിക്കാം. അവിടേക്കാവും നിങ്ങൾ മാറേണ്ടത് ഈ ഒരു ആഗ്രഹ സബലീകരണത്തിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ ആ ഒരു യാത്ര, പിന്നെ പറഞ്ഞ പോലെ റീലൊക്കേഷൻ, ഇത് താമസത്തിൻ്റെ ഒരു മാറ്റം, ഇതൊന്നും ചിലപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക, അറിയാത്തൊരു സ്ഥലമാകുമ്പോൾ അതൊരു കംഫർട്ടബിൾ സോൺ പുറത്താണല്ലോ, അതായിരിക്കാം നിങ്ങളെ ഒന്ന് പിന്നോട്ട് വലിക്കുന്ന കാര്യം. പക്ഷെ ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് വളർച്ച കൊണ്ടുവരാൻ കെൽപ്പുള്ള, ഒരുപാട് പുരോഗതി കൊണ്ടുവരാൻ കെൽപ്പുള്ള ഒരു കാര്യമാണ് ഈ നടക്കുന്നത്. ഓക്കെ, ഉറപ്പായിട്ടും ഒരു ബ്രേക്ക് ത്രൂ മൊമെൻ്റ് ആണിത്. നിങ്ങളുടെ ജീവിതം ആകെ തന്നെ മാറി മറിയാനായിട്ട് സഹായിക്കുന്ന, അല്ലെങ്കിൽ അതിന് ഉതകുന്ന തരത്തിലുള്ള ഒരു വിഷ് ഫുൾഫിൽമെൻ്റ് ആണ് നിങ്ങൾക്ക് നടക്കുന്നത്. അത് പക്ഷേ വരുന്ന സമയം, വരുന്ന രീതി, ഓക്കെ, അതൊക്കെയാണ് അവിടുത്തെ ഒരു അൺഎക്സ്പെക്റ്റഡ് എനർജി നിൽക്കുന്നത്. മാത്രമല്ല, അത് നിങ്ങളെ ഈ സംഭവം നടക്കുമ്പോൾ അത് നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ, നിങ്ങൾക്കത് പൂർണ്ണമായി സ്വീകരിക്കണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു കംഫർട്ടബിൾ സോണിൽ നിന്ന് പുറത്തേക്ക് വന്നേ കഴിയുള്ളൂ. ഓക്കെ, ആ കംഫർട്ടബിൾ സോണിൽ നിന്ന് പുറത്തേക്ക് വന്ന് ധൈര്യമായിട്ട് ആ ഒരു ഇതൊരു അഡ്വഞ്ചറാണെന്നാണ് കാണുന്നത്. പുതിയൊരു അഡ്വഞ്ചറാണ്. പക്ഷെ നിങ്ങൾ എൻജോയ് ചെയ്യുക. അത് നിങ്ങൾ ആ ഒരു ആത്മവിശ്വാസത്തോടുകൂടെ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങളത് എൻജോയ് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും. നിങ്ങൾക്ക് പേടിക്കേണ്ടതായിട്ട് യാതൊന്നും ഇവിടെ ഞാൻ കാണുന്നില്ല. നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം തരുന്ന കാര്യമാണ്. പക്ഷെ അതൊന്നും, ആ ഒരു കംഫർട്ടബിൾ സോൺ നിങ്ങൾ വിട്ടേ പറ്റുള്ളൂ. ഓക്കെ, അതിലിരുന്നുകൊണ്ട് ഇത് നേടിയെടുക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റില്ല. അപ്പോൾ അങ്ങനെ നിങ്ങളുടെ ഒരു ആഗ്രഹ സഫലീകരണം, നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന നിങ്ങളുടെ അതിതീവ്രമായൊരു ആഗ്രഹം നിങ്ങളുടെ ജീവിതത്തിലേക്ക് യൂണിവേഴ്സ് കൊണ്ടുവരുന്ന ഇതാണ് നിങ്ങളുടെ എന്താ പറയണ്ടേ, അപ്രതീക്ഷിതമായി നടക്കാൻ പോകുന്ന ആ ഒരു കാര്യം. ഈ പറഞ്ഞ പോലെ അത് നടക്കുന്ന സമയവും അത് നടക്കുന്ന രീതിയിലുമാണ് നിങ്ങൾക്ക് ആ ഒരു അൺഎക്സ്പെക്റ്റഡ് എനർജി ഉള്ളത്. അപ്പോൾ അതിനെ പൂർണ്ണമായി സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറാവുക. നിങ്ങൾ ആഗ്രഹിച്ചതാണ്, നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തതാണ്, അതാണ് ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത്, അല്ലേ? അപ്പോൾ അതിനെ പൂർണ്ണ മനസ്സോടെ സ്വീകരിക്കുക. അതുമായിട്ട് ധൈര്യമായിട്ട് ഈശ്വരനിൽ പൂർണ്ണമായി വിശ്വസിച്ച് നിങ്ങളെയും ഈ ആഗ്രഹത്തെ സമർപ്പിച്ച് മുന്നോട്ട് പോകാം. ഓക്കെ, നിങ്ങൾക്ക് ഒരിക്കലും എന്താ പറയുക, യാതൊരു തരത്തിലുള്ള കുറ്റബോധം ഒന്നും ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, നിങ്ങൾ വളരെയധികം നിങ്ങളുടെ ജീവിതം ആസ്വദിക്കുകയും ചെയ്യും മുന്നോട്ട് പോകും തോറും. ഇത് ഈ ഒരുപാട് നല്ല മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കെൽപ്പുള്ള ഒരു കാര്യമാണിത്. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ്. ഇതാണ് നിങ്ങളുടെ ജീവിതത്തിലെ അടുത്തതായിട്ട് വളരെ പെട്ടെന്ന് തന്നെ സംഭവിക്കാൻ പോകുന്ന അപ്രതീക്ഷിതമായിട്ടുള്ള ആ ഒരു കാര്യം. ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യണം, ഈ റീഡിംഗ് ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യണം, നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കണം. എന്താണ് കാര്യം എടുത്തു പറഞ്ഞിട്ടില്ല. ഓക്കെ, അതും ഒരു സസ്പെൻസാണ്. അത് നിങ്ങൾക്ക് അത് അറിയാൻ പറ്റും, അത് നടക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. കാരണം നിങ്ങൾ അത്രയും മാനിഫെസ്റ്റ് ചെയ്യുന്ന, നിങ്ങൾ അത്രയും തീവ്രമായി ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. ആ കാര്യം തന്നെയാണ് നടക്കാൻ പോകുന്നത്. ഓക്കെ, അത് പലർക്കും പലതായിരിക്കും. അപ്പോൾ അത് അത്രയും ഇലാബറേറ്റ് ചെയ്തിട്ട് നമ്മളിവിടെ നോക്കുന്നില്ല കേട്ടോ. അത് നിങ്ങളൊന്ന് മനസ്സിൽ വെക്കുക.
നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ ചെയ്യാം അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യാം. ഈ വീഡിയോൻ്റെ ടൈം സ്റ്റാമ്പ്സിന് താഴെ നിങ്ങൾക്ക് കോൺടാക്ട് ഡീറ്റെയിൽസ് ലഭിക്കുന്നതാണ്. മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാ നന്മകളും ഞാൻ നേരുന്നു. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു. ഹലോ ഗ്രൂപ്പ് 2, നിങ്ങൾ രണ്ടാമത്തെ ചിത്രമാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന അപ്രതീക്ഷിതമായ ഒരു കാര്യം എന്താണെന്ന്. ഓക്കെ, വളരെ പെട്ടെന്നാണ് ഇത് സംഭവിക്കുക. ഓക്കെ, നിങ്ങൾക്കൊരു വിജയം, ഒരു നേട്ടമാണ് ഉണ്ടാവുന്നത്. അതായത് ആദ്യം നിങ്ങൾക്കൊരു ചെറിയ പ്രശ്നം ഉണ്ടാവുന്നുണ്ട്. ഒരു ചെറിയ ഒരു എന്താ പറയണ്ട, ചിലപ്പോൾ മാനസികമായിട്ടായിരിക്കും ഒരു ഭയം, വല്ലാത്തൊരു ഭയം. പ്രത്യേകിച്ച് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിനെ ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് പെട്ടെന്നൊരു ഭയം ഉണ്ടാവാനുള്ള ഒരു സാധ്യത ഞാൻ കാണുന്നുണ്ട്. അല്ലെങ്കിൽ അങ്ങനെ ഒരു ഭയം ഓൾറെഡി ഉണ്ട് എന്നാണ് ഞാൻ കാണുന്നത്. ഓക്കെ, നിങ്ങൾക്ക് അങ്ങനെ ആ ഒരു ഫൈനാൻഷ്യലി നിങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് കാരണം നിങ്ങൾക്ക് കുറച്ച് സ്ട്രെസ്ഡ് ആണ് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. ആ ഒരു സിറ്റുവേഷനിലാണ് നിങ്ങളിപ്പോൾ ഉള്ളത് എന്നാണ് ഞാൻ കാണുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു സ്വസ്ഥമായൊരു അന്തരീക്ഷം അല്ല നിങ്ങൾക്കും നിങ്ങളുടെ ഉള്ളിലും നിങ്ങൾക്ക് ചുറ്റും എന്നാണ് ഞാൻ കാണുന്നത്. ആ ഒരു സിറ്റുവേഷനിൽ ഇരിക്കുകയാണ് നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു നല്ല വാർത്ത നിങ്ങളെ തേടിയെത്തുന്നത്. അത് നിങ്ങൾക്ക് ഒരുപാട് കോൺഫിഡൻസ് തരുന്നതും ഒരു വിജയമാണ്, നിങ്ങൾക്കൊരു നേട്ടമാണ്. ഈ ഒരു ന്യൂസ് അല്ലെങ്കിൽ ഈ വരുന്ന നല്ല വാർത്ത നിങ്ങളുടെ ഒരു നേട്ടത്തിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, അത് നിങ്ങൾ അർഹിക്കുന്ന ഒരു നേട്ടമാണെന്നാണ് ഞാൻ കാണുന്നത്. നിങ്ങൾക്ക് അർഹതയുള്ള ഒരു കാര്യമാണ് വരുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തരത്തിൽ നീതി നടപ്പാക്കുന്ന ഒരു നേട്ടമാണ് നിങ്ങളെ തേടിയെത്തുന്നത്. അത് നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും ഒരുപാട് സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. ഇത് ചിലപ്പോൾ ഒരു എന്താ പറയുക ജോലിക്കുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയോ അല്ലെങ്കിൽ എന്താ പറയുക ഒരു ഫൈനാൻഷ്യൽ ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. അതേപോലെ ഇൻവെസ്റ്റ്മെൻറ്റിനൊക്കെ പറ്റിയ അതായത് അത്രയും പൈസ ഇല്ലാണ്ട്, അത്രയും പൈസയുടെ ആവശ്യമില്ലാതെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഇൻവെസ്റ്റ്മെൻറ്റോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം. ഓക്കെ, അപ്പോൾ ഒരു അവസരമാണ് കാണുന്നത്. പുതിയ തുടക്കത്തിന് അല്ലെങ്കിൽ ഒരു പുതിയ ബിസിനസ് ഐഡിയ. അതായത് ഇപ്പോൾ എന്താ പറയണ്ടേ, ഒരാൾ ബിസിനസ് തുടങ്ങുന്നുണ്ട്, അപ്പോൾ നിങ്ങളെയും ചിലപ്പോൾ ക്ഷണിക്കുന്നതായിരിക്കാം. വളരെ നല്ലൊരു ബിസിനസ് ഐഡിയ ആണ്, വളരെ സക്സസ്ഫുൾ ആവാൻ അത്രയും സാധ്യതയുള്ളൊരു ബിസിനസ് ഐഡിയ ആണ്. അപ്പോൾ അവർ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ കൂടാനായിട്ട്? ഇങ്ങനെ ഒരു ബിസിനസ് ഐഡിയ ആണ് നല്ല. അപ്പോൾ ആ ഒരു എന്താ പറയുക, ഒരു ബിസിനസ് ഐഡിയയിലേക്ക് നിങ്ങളെ വിളിക്കുന്നതായിരിക്കും. അല്ലെങ്കിൽ ഒരു ജോലിയുടെ അവസരമായിരിക്കും വരുന്നുണ്ടാവുക. നിങ്ങളിപ്പോൾ ഓൾറെഡി ജോലിയിലുണ്ടെങ്കിലും അവിടെ ഞാൻ കാണുന്നു സാമ്പത്തികമായിട്ട് നിങ്ങൾ കുറച്ച് പിന്നാക്കാണ്. അപ്പോൾ പക്ഷേ ഈ ഒരു ജോലിയുടെ അവസരം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വരുന്നത് നിങ്ങൾക്ക് നല്ലൊരു സാമ്പത്തിക സ്ഥിതി തരുന്ന, ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിൽ നന്നായിട്ട് പോസിറ്റീവ്ലി എഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യം, നിങ്ങൾക്കും നിങ്ങളുടെ ഫാമിലിക്ക് സന്തോഷം തരുന്ന ഒരു കാര്യം, നിങ്ങൾക്ക് അത് കേൾക്കുമ്പോൾ തോന്നുന്നു ഇതാണ് ഞാൻ അർഹിക്കുന്നത് എന്ന് തോന്നുന്ന ഒരു കാര്യം, അതാണ് നടക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയിലാണ് കാര്യമായ മാറ്റം ഇത് കൊണ്ടുവരാൻ പോകുന്നത്. ഒരുപാട് നിങ്ങൾക്ക് ഇതിലൂടെ പഠിക്കാനും ഉയരങ്ങളിൽ എത്താനും സാധിക്കുന്ന ഒരു കാര്യമാണ്. ഈ ഒരു അവസരം നിങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരുപാട് ആ ഒരു കാര്യത്തിൽ, എന്താണോ അത് ഒരു ജോലിയോ അല്ലെങ്കിൽ ഒരു ബിസിനസ്സോ എന്ത് തന്നെയാണെങ്കിലും അതിലൊരുപാട് നിങ്ങൾ ഉയരാൻ, ഓക്കെ, വളരാൻ നിങ്ങൾക്ക് ഒരു സ്കോപ്പുള്ള ഒരു കാര്യമാണെന്നാണ് ഞാൻ കാണുന്നത്. മാത്രമല്ല ഒരു സാമ്പത്തിക ഭദ്രത ജീവിതത്തിൽ ഉണ്ടാവാനും ഒരു എന്താ പറയണ്ടേ എനർജി ഞാൻ കാണുന്നുണ്ട്. വേറെ ഒന്ന് ഞാൻ കാണുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു റിലേഷൻഷിപ്പാണ്. ഓക്കെ, അത് റിലേഷൻഷിപ്പാണെന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത കാർഡ് നോക്കുക ആരാണെന്ന്. ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഇവിടെ കിങ് ഓഫ് പെൻറ്റക്കിൾസ് ഓൾറെഡി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എസ്പെഷ്യലി നിങ്ങൾക്കൊരു എന്താ പറയണ്ടേ നിങ്ങൾ ഈ അടുത്തെങ്ങാനും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഹാർട്ട് ബ്രേക്ക് ഉണ്ടായിട്ടുണ്ട്. അതായത് നിങ്ങൾ അത്രയും സ്നേഹിച്ച് വിശ്വസിച്ചൊരു വ്യക്തി നിങ്ങളെ ചതിക്കുകയോ നിങ്ങളെ വേദനിപ്പിക്കുകയോ നിങ്ങൾ ഉപേക്ഷിച്ച് പോവുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെയാണ് നിങ്ങളുടെ ഈ മാറ്റം. അവിടെ നിങ്ങൾക്ക് അർഹിക്കുന്ന, നിങ്ങൾ ഡിസേർവ് ചെയ്യുന്ന തരത്തിലുള്ള പാർട്ട്ണർ, നിങ്ങളുടെ ഒരു ഹാപ്പിലി എവർ ആഫ്റ്റർ, നിങ്ങൾ ആഗ്രഹിക്കുന്ന കുടുംബജീവിതം നിങ്ങൾക്ക് നൽകാൻ പ്രാപ്തിയുള്ള ഒരാളാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊടുങ്കാറ്റ് പോലെ കടന്നു വരുന്നത്. അതായത് അവർ വരുന്നൊരു രീതിയാണ്, പെട്ടെന്നാണ് അവരുടെ പ്രസൻസ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നത്. ഓക്കെ, നിങ്ങൾ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു ഹാർട്ട് ബ്രേക്ക് കഴിഞ്ഞിരിക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് നിങ്ങൾക്ക് എന്താ തോന്നുക, ഇനി ഒരാൾ വേണ്ട, സ്വസ്ഥമായിട്ടിരിക്കട്ടെ എന്നാവും തോന്നുക അല്ലേ? അപ്പോൾ ആ ഒരു സമയത്താണ് ഈ ആൾ കടന്നു വരുന്നത്. അത് നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല. ആ പ്രതീക്ഷിക്കാത്ത സമയത്ത് നിങ്ങളിൽ തന്നെ എന്താ പറയുക, നിങ്ങൾ ഈ കഴിഞ്ഞു പോയ റിലേഷൻഷിപ്പിൽ നിന്ന് പൂർണ്ണമായിട്ട് അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ നിങ്ങൾ ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവാം. ഓക്കെ, ആ ചിന്തകളൊക്കെ നിങ്ങളിൽ നിന്ന് പോകാനായിട്ടും പിന്നെ അതിൽ നിന്ന് നിങ്ങൾക്ക് ഉണ്ടായ ഇൻസെക്യൂരിറ്റീസ് എന്നൊക്കെ പുറത്ത് കിടക്കാനായിട്ട് നിങ്ങളാൽ കഴിയുന്ന ചില ആക്ഷൻസൊക്കെ എടുക്കുന്നുണ്ടാവും. അങ്ങനെ നിങ്ങൾ ആ ഒരു ഇതിൽ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഒരു വ്യക്തി ഒട്ടും പ്രതീക്ഷിക്കാതെ നേരത്തെ കയറി വരുന്നത്. പക്ഷെ അത് നിങ്ങളുടെ ഡിവൈൻ കൗണ്ടർ പാർട്ടാണ്. മനസ്സിലായോ? നിങ്ങൾക്ക് ഈ ജന്മത്തിൽ ഈശ്വരൻ വെച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ അവർ വരേണ്ട സമയമാണ്, അതാണ് അവർ വരുന്നത്. മനസ്സിലായില്ലേ? ചില സമയത്ത് നമ്മൾ
ഹീലിംഗ് കഴിഞ്ഞിട്ടാണ്, നമ്മളെ ഹീലിംഗ് കംപ്ലീറ്റ്ലി കഴിഞ്ഞാലാണ് നമ്മുടെ ജീവിത പങ്കാളിയെ കണ്ടുമുട്ടുള്ളൂ. എന്നാൽ ചിലർക്ക് അവരുടെ ഹീലിംഗ് നടക്കുന്നതേ ഈ ജീവിത പങ്കാളിയിലൂടെ ആയിരിക്കും. അവരുടെ ആ ഡെസ്റ്റിൻഡ് പാർട്ട്ണർ ആരാണോ അവരിലൂടെ ആയിരിക്കും. അപ്പോൾ അവർ ഓൾറെഡി ജീവിതത്തിലേക്ക് കടന്നു വരും. ഓക്കെ, എന്നിട്ട് അവരുടെ പ്രസൻസിലാണ് നിങ്ങൾ കംപ്ലീറ്റ്ലി ഹീൽഡ് ആവുന്നത്. അങ്ങനെയാണ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങളുടെ കേസ് അങ്ങനെയാണെന്നാണ് ഞാൻ കാണുന്നത്. ഓക്കെ, കുറച്ചൊരു കോൺഫ്ലിക്റ്റ് എനർജി ഞാനിവിടെ കാണുന്നു നിങ്ങളുടെ ഇടയിലും ഇവരുടെ ഇടയിലും. ആദ്യം എന്തായാലും ഒരു കോൺഫ്ലിക്റ്റ് എനർജി കാണുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ വർക്ക് സ്പേസിലാവട്ടോ നിങ്ങൾ ഈ ഒരു വ്യക്തിനെ പരിചയപ്പെടുന്നത്. പക്ഷേ കുറച്ച് ക്ഷമ കാണിക്കുകയാണെങ്കിൽ, കുറച്ചൊന്ന് ഒരു ക്ഷമ രണ്ട് ഭാഗത്തു നിന്ന് കാണിക്കേണ്ട, വളരെ പതുക്കെയാണ് ഈ റിലേഷൻ പ്രോഗ്രസ് ചെയ്യുള്ളൂ. അത് ഒരു സംശയമില്ല. ഓക്കെ, വളരെ പതുക്കെയാണ് പ്രോഗ്രസ് ചെയ്യുക. ഈ പറഞ്ഞ പോലെ സ്റ്റാർട്ടിങ്ങിൽ നിങ്ങളുടെ ഇടയിൽ ഒരു ചെറിയ ഒരസൽ ഉണ്ടാവാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. പക്ഷേ സമയമെടുത്ത് നിങ്ങൾ രണ്ടുപേരും ഒരു സ്ട്രോങ് ഫൗണ്ടേഷനാണ് ക്രിയേറ്റ് ചെയ്യുക ഈ റിലേഷൻഷിപ്പിന്. ഓക്കെ, അങ്ങനെ അതൊരു വൻ വിജയമാവുകയാണ് ചെയ്യുക. റിലേഷൻഷിപ്പിൽ വളരെ വലിയൊരു വിജയമാവുകയാണ് ചെയ്യുക. അവിടെ നിന്ന് അതൊരു സക്സസ്ഫുൾ മാരേജിലേക്കും എത്തുന്നുണ്ട്. ഇത് റിലേഷൻഷിപ്പിലാണ് ഈ ഒരു മെസ്സേജിന് കിട്ടിയത്. വളരെ ക്ലിയർ ആണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഗ്രൂപ്പ് 2-ലുള്ള ഒരു 90% ഈ ഒരു മെസ്സേജ് തന്നെയായിരിക്കും കിട്ടുന്നത്. ഇനി നിങ്ങൾ അതല്ല നിങ്ങൾക്ക് ബാധകമെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കരിയർ ഓപ്പർച്യൂണിറ്റി, ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കാം. അവിടെ നിങ്ങളുടെ ആ ഒരു ഫൈനാൻഷ്യലി നിങ്ങളൊരു ബാലൻസിലെത്തുന്ന ഒരു സമയമാണ്. ഓക്കെ, ആ ഒരു സ്റ്റെബിലിറ്റിയും സെക്യൂരിറ്റിയും ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്ന, അതൊക്കെ കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരു അവസരമാണിത്. വളരെ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഫീൽഡ് ആണെങ്കിൽ പോലും നിങ്ങൾ വളരെ ക്ഷമയോടെ, നിങ്ങളുടെ ഫുൾ ഡിറ്റർമിനേഷനോടെ നിങ്ങളുടെ ലക്ഷ്യം കൈവിടാതെ പരിശ്രമിച്ചാൽ വിജയം ഉറപ്പാണ്. വിജയം ഉറപ്പെന്ന് പറഞ്ഞാൽ അത് കാലാകാലങ്ങളിലേക്ക് നിങ്ങളുടെ ഈ ഒരു ബിസിനസ് ഉയരാൻ, വളരാനായിട്ടുള്ള നിങ്ങളുടെ ബിസിനസ്സിന് ഒരു സ്ഥാനം, അതിൻ്റേതായ ഒരു സ്ഥാനം നേടിയെടുക്കാൻ സാധിക്കും. എത്ര കോമ്പറ്റേറ്റീവ് ആണെങ്കിലും, അതിപ്പോൾ ഒരു ജോലിയാണെങ്കിൽ പോലും, എത്ര കോമ്പറ്റേറ്റീവ് ആണ് എന്നെങ്കിൽ പോലും നിങ്ങളുടെ പരിശ്രമം അനുസരിച്ചിട്ടാണ് ഫലം. നിങ്ങൾ നല്ലോണം പരിശ്രമിക്കാൻ തയ്യാറാണോ, നിങ്ങൾ ഫുള്ളി നിങ്ങളുടെ ഒരു 100% കൊടുത്തിട്ട് നിങ്ങളിതിൽ പരിശ്രമിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് വിജയം ഉറപ്പാണ്. ഓക്കെ, വിജയം ഉറപ്പാണെന്ന് പറഞ്ഞാൽ അതിലൂടെ നിങ്ങളൊരു എക്സ്പേർട്ട് അല്ലെങ്കിൽ ഒരു ലീഡർ എന്ന ലെവലിലേക്കാണ് നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്യുന്നത്. ആ ഒരു ഫീൽഡിലൊരു മാസ്റ്റർ എന്ന നിലയിലേക്കാണ് നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്യപ്പെടുന്നത്. അതിപ്പോൾ ഒരു ബിസിനസ് ആണെങ്കിലും ഓക്കെ, ആ ബിസിനസ് ഫീൽഡിൽ എക്സ്പേർട്ട് എന്ന് പറഞ്ഞാൽ ഈ ആളാണ് എന്ന രീതിയിലേക്ക് നിങ്ങൾ ഉയരാനായിട്ടുള്ള പൊട്ടൻഷ്യൽ ഉള്ള ഒരു അവസരമാണ് നിങ്ങളെ തേടിയെത്തുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് നമുക്ക് 6 of Wands ആദ്യം കിട്ടിയത്. ഒരു പോപ്പുലാരിറ്റി തരുന്ന ആ പൊട്ടൻഷ്യൽ ഉള്ള ഒരു അവസരമാണ്. അപ്പം അത് വളരെ നന്നായി ഉപയോഗപ്പെടുത്തുക. അതിനെ ഒരു കാരണവശാലും വിട്ട് കളയാതിരിക്കുക. ഓക്കെ, റിലേഷൻഷിപ്പ് ആണെങ്കിലും ഈ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരേണ്ട സമയമാണ്. അവർ വരട്ടെ, മനസ്സിലായോ? അവർ വരണം. എന്നാലാണ് അത് ഓരോ കാര്യങ്ങൾ നടക്കാൻ ഒരു സമയമുണ്ടല്ലോ, അതാണ് സംഭവം. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് ഗ്രൂപ്പ് 2. നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫാമിലിക്ക് ഫ്രണ്ട്സിനും ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കണം. ഇതുപോലുള്ള റീഡിംഗ് കൂടുതൽ ലഭിക്കുന്നതിനായി ചന്ദ്രകണ്ഠ ടാരോട്ട് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ ചെയ്യുക, അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യുക. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനുണ്ട്. മറ്റു റീഡിങ്ങിലൂടെ വീണ്ടും കണ്ടുമുട്ടും എന്ന ശുഭപ്രതീക്ഷയോടെ ഞാൻ നിർത്തുകയാണ്. താങ്ക് യു. ഹലോ ഗ്രൂപ്പ് 3, നിങ്ങൾ തംബ്നെയിലെ 3ാമത്തെ ചിത്രമാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ പെട്ടെന്ന് നടക്കാൻ പോകുന്ന അപ്രതീക്ഷിതമായിട്ടുള്ള ആ ഒരു കാര്യം. ഓക്കെ, എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. നമുക്ക് സ്റ്റാർ കാർഡാണ് കിട്ടിയിരിക്കുന്നത് അത് തന്നെ. അപ്പോൾ നിങ്ങളുടെ എന്തോ ഒരു വലിയ ആഗ്രഹമാണെന്നാണ് കാണുന്നത്, ഒരാഗ്രഹം. ഓക്കെ, നിങ്ങൾ വളരെയധികം നിങ്ങൾ ആ ഒരു ആഗ്രഹത്തിനെ കുറിച്ച് നിങ്ങൾക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ്. അതെന്തായാലും നടക്കുമെന്നൊരു ഉറച്ച വിശ്വാസം നിങ്ങൾക്കുണ്ട്. ഓക്കെ, നിങ്ങൾ വളരെ പ്രതീക്ഷയോടെയാണ് ആ ഒരു കാര്യത്തിനെ കുറിച്ച് ആഗ്രഹിക്കുന്നതും അതിന് വേണ്ടിയിട്ട് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നതെല്ലാം നിങ്ങൾക്ക് അതിൽ വളരെയധികം ഒരു പ്രതീക്ഷ ഉണ്ട് എന്നാണ് ഞാൻ കാണുന്നത് കേട്ടോ. അത് യൂണിവേഴ്സ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു സമയം. ഓക്കെ, നിങ്ങളൊട്ടും പ്രതീക്ഷിക്കാത്ത സമയത്തും പ്രതീക്ഷിക്കാത്ത രീതിയിലുമാണ് ഈ ഒരു കാര്യം നടക്കുന്നത്. അത് യൂണിവേഴ്സ് എങ്ങനെയാണോ കൊണ്ടുവരുന്നത് അതങ്ങനെ തന്നെ സ്വീകരിക്കണം. അതിന് നിങ്ങൾ തയ്യാറാണ് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്കൊരുപാട് വിജയവും നിങ്ങൾക്കൊരുപാട് ആ വിജയത്തിലൂടെ നിങ്ങൾക്കൊരുപാട് സമൃദ്ധിയും ജീവിതത്തിലെ ഉയർച്ചയും കൊണ്ടുവരാൻ പ്രാപ്തിയുള്ള, അല്ലെങ്കിൽ അത്രയും പൊട്ടൻഷ്യലായിട്ടുള്ള രീതിയിലാണ് യൂണിവേഴ്സ് നിങ്ങളുടെ ആഗ്രഹത്തിനെ നിങ്ങളുടെ റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരുന്നത്. ഓക്കെ, അപ്പോൾ സബലീകരിക്കപ്പെടുന്നത്. ഓക്കെ, ഈ ഒരു ആഗ്രഹം
പക്ഷേ അപ്പോൾ കാണുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് കുറവ് കാണുന്നുണ്ട് സംഭവിക്കുമ്പോൾ. ഓക്കെ, ഞാൻ ഇതിന് തയ്യാറാണോ ഒരു ചിന്ത നിങ്ങളുടെ ഉള്ളിലേ വരാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ റെഡി ആയതുകൊണ്ടാണ്, നിങ്ങൾ പൂർണ്ണമായും എനർജറ്റിക്കലി നിങ്ങൾ റെഡി ആയതുകൊണ്ടാണ് ഈ ഒരു കാര്യം സംഭവിക്കുന്നത്. ഓക്കെ, ശാരീരികമായിട്ടും മാനസികമായിട്ടും നിങ്ങൾ ഇതിന് തയ്യാറാണ്. അതുകൊണ്ടാണ് ഇത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കണേ, അല്ലെങ്കിൽ സംഭവിക്കില്ല. അപ്പോൾ അത് ഈ ഒരു ആഗ്രഹം ഇങ്ങനെ റിയാലിറ്റിയിലേക്ക് വരുമ്പോൾ അതിനെ വളരെ സന്തോഷത്തോടു കൂടെ എന്ത് ചെയ്യണം, ആക്സെപ്റ്റ് ചെയ്യണം. ഇത് നിങ്ങൾക്ക് ഒരുപാട് ഫൈനാൻഷ്യലി നിങ്ങളുടെ ജീവിത രീതിയെ മാറ്റിമറിക്കാൻ പ്രാപ്തിയുള്ള ഒരു കാര്യമാണിത്. ഓക്കെ, നിങ്ങൾ എന്താ പറയേണ്ടത്, നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ടേക്ക് കെയർ ചെയ്യാനും അതുപോലെ നിങ്ങൾക്ക് ഒരു ലക്ഷൂറിയസ് ആയിട്ടുള്ള ഒരു ലൈഫ് ലീഡ് ചെയ്യാനും പറ്റുന്ന തരത്തിലുള്ള സാമ്പത്തിക ഉയർച്ച കൊണ്ടുവരാൻ സാധിക്കുന്ന രീതിയിലാണ് നിങ്ങളുടെ ഈ ഒരു ആഗ്രഹം സബലീകരിക്കപ്പെടുന്നത്. മനസ്സിലായോ? അതുപോലെ കിങ് ഓഫ് സോർട്സ് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളാണ് തീരുമാനം എടുക്കേണ്ടത്. നിങ്ങൾ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് തീരുമാനം എടുക്കുക എന്നുള്ളതാണ് യൂണിവേഴ്സ് പറയുന്നത്. കൂടാതെ കണ്ടു, നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം തരുന്നൊരു കാര്യം, നിങ്ങൾക്കും നിങ്ങളുടെ ഫാമിലിക്ക് ഇമോഷണൽ ഫുൾഫിൽമെൻറ്റ് തരുന്നൊരു കാര്യം. ഓക്കെ, അപ്പോൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക. ഒരു യാതൊരു തരത്തിലുള്ള വേറൊരു വേണോ വേണ്ടോ എന്നുള്ള ചിന്തയൊന്നും വേണ്ട. യെസ് പറഞ്ഞ് മുന്നോട്ട് പോകുക. കാരണം ഇത് നിങ്ങൾ ആഗ്രഹിച്ചതാണ്. യൂണിവേഴ്സ് അത് കൊണ്ടുവരുന്നത് നിങ്ങൾക്ക് എങ്ങനെ അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ ആ രീതിയിലാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ നിങ്ങൾ അതിനെ ആക്സെപ്റ്റ് ചെയ്യുക. ചിലപ്പോൾ നിങ്ങളുടെ റിയാലിറ്റിയിൽ നിന്ന് വ്യത്യസ്തമായിരിക്കാം, പക്ഷെ നിങ്ങളതിന് റെഡിയാണ്. ഓക്കെ, എനിക്കത് പറ്റുമോ എന്നൊരു ചോദ്യത്തിൻ്റെ ആവശ്യമില്ല, നിങ്ങൾ റെഡിയാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ ഈ ഒരു കാര്യം നിങ്ങൾ അധികം ആരുമായിട്ട് ഷെയർ ചെയ്യാതിരിക്കുക. കുറച്ച് സീക്രട്ടീവ് ആയിക്കോട്ടെ, കുഴപ്പമില്ല. കാരണം ഇത് നിങ്ങൾ ഇത്തിരി പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അത്രയും നല്ലൊരു മാറ്റമാണ് വരുന്നത്. നിങ്ങളുടെ ഫാമിലിക്ക് നിങ്ങൾക്കൊക്കെ ഒരുപാട് സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. പിന്നെ ആളുകളായിട്ട് കൃത്യമായിട്ടൊരു ബൗണ്ടറി വെക്കണം. കാരണം ഈ ഒരു ആഗ്രഹം നടക്കുന്നത് വഴി നിങ്ങളുടെ ജീവിതത്തിൽ ഞാൻ പറഞ്ഞല്ലോ നല്ല മാറ്റം വരും, സാമ്പത്തികമായിട്ട് ഉയർച്ച വരും. അപ്പോൾ നിങ്ങളെ ഉപേക്ഷിച്ചിട്ട് പോയി, നിങ്ങൾ കഷ്ടപ്പെടുന്ന കാലത്ത് നിങ്ങളെ ഉപേക്ഷിച്ച് പോയാൽ, നിങ്ങളെ വേണ്ടാന്ന് വെച്ചാൽ, എന്താ പറയുക, നിങ്ങളിൽ നിന്ന് അകന്ന് നിന്ന പലരും നിങ്ങളിലേക്ക് തിരിച്ചു വരാനൊരു സാധ്യത കാണുന്നുണ്ട്. അതൊന്നും പ്രോത്സാഹിപ്പിക്കാണ്ടിരിക്കുക. ഓക്കെ, അവരൊന്നും വരേണ്ട ആവശ്യമില്ല. അവർ നമ്മളെ നല്ല കാലത്തേക്ക് മാത്രം ആയിട്ടുള്ള സൗഹൃദങ്ങൾ നമുക്ക് വേണ്ട, അല്ലേ? നമ്മളെപ്പോഴും നമ്മൾ ഏതൊരു അവസരത്തിലാണെങ്കിലും നമ്മുടെ കൂടെ നിൽക്കുന്ന ആളുകളെ നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ആളുകളൊക്കെ ആയിട്ട് ആ സ്ട്രോങ് ബൗണ്ടറി കീപ്പ് ചെയ്യാം. അവരായിട്ടുള്ള റിലേഷൻഷിപ്പ് അവസാനിപ്പിച്ചതിൻ്റെ കാരണം എപ്പോഴും ഓർത്ത് വയ്ക്കുക. അതുമായിട്ട് മുന്നോട്ട് പോവുക. ഓക്കെ, ഇതാണ് നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്ന അപ്രതീക്ഷിതമായിട്ടുള്ള ആ ഒരു കാര്യം. ഇത് വളരെ പെട്ടെന്ന് ടൈം ഫ്രെയിം വൈസാ പറഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ സംഭവിക്കാൻ പോകുന്നതാണ്. അപ്പോൾ തയ്യാറായിരിക്കുക. വളരെ നല്ലൊരു മാറ്റമാണ്, നിങ്ങൾ ആഗ്രഹിച്ച മാറ്റമാണ്. നിങ്ങൾക്കിത് വളരെ സക്സസ്ഫുള്ളി ഹാൻഡിൽ ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കും. ഓക്കെ, ഞാനത് വിശ്വസിക്കുന്നുണ്ട്, നിങ്ങളും അങ്ങനെ വിശ്വസിക്കുക. ഇതാണ് നിങ്ങളുടെ റീഡിങ്. നിങ്ങൾക്ക് ഈ റീഡിങ് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫാമിലിക്ക് ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. ഇതുപോലുള്ള റീഡിംഗ് കൂടുതൽ കേൾക്കുന്നതിനായി ചന്ദ്രകണ്ഠ ടാരോട്ട് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ ഇമെയിൽ ചെയ്യാം, അല്ലെങ്കിൽ വാട്സപ്പിൽ ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. മറ്റൊരു റീഡിങ്ങിലൂടെ വീണ്ടും കണ്ടുമുട്ടും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. നിർത്തുന്നു. താങ്ക്